പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യം തുടരണമെന്ന് CPIM. തൃണമൂൽ കോൺഗ്രസിനെയും BJPയും ഒരുപോലെ ശത്രുക്കളായി കാണണം എന്നാണ് തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിലെ പരാമർശം. കേരളത്തിൽ മൂന്നാം ഊഴം ലക്ഷ്യം വെച്ച് സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കേരളം, ബംഗാൾ അടക്കം വരാനിരിക്കുന്ന 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കാണ് CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തുടക്കമായത്. വർഗീയ രാഷ്ട്രീയത്തിലൂന്നിയ BJPയെയും ഏകാധിപത്യ സ്വഭാവമുള്ള തൃണമൂൽ കോൺഗ്രസിനെയും ഒരുപോലെ ശത്രുക്കളായി കണ്ട് നേരിടണമെന്നാണ് ബംഗാൾ ഘടകത്തിന്റെ നിലപാട്. ഇന്ത്യ സഖ്യവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും മമതാ ബാനർജിയോട് മൃദു സമീപനം വേണ്ട. ഇതിനായി ബംഗാളിൽ കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് സമാനമായി കോൺഗ്രസുമായി സഹകരണം ആവശ്യമാണെന്നും ബംഗാൾ CPIM നിർദ്ദേശിക്കുന്നു. കേരളത്തിൽ മൂന്നാം ഊഴത്തിനുള്ള സാഹചര്യമുണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തൽ. സാമൂഹികക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നും വികസന ജനക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ പ്രചാരണമാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. കർഷക സംഘടനയെക്കുറിച്ചുള്ള റിപ്പോർട്ട് CPIM കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭയിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ളത് കേരളത്തിൽ നിന്നാണ്. എന്നാൽ കേരളത്തിൽ പോലും എല്ലാ വിഭാഗം കർഷകരെയും അണിചേർക്കാനാകുന്നില്ലെന്നും അതിനായുള്ള നടപടികൾ ഉണ്ടാകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.